Welcome to MrUnbox and Travel. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 60ാമത്തെ സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആണ് ചെയ്യുന്നത്. Xiaomi 12. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനലും വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വലിയൊരു ബോക്സിനകത്താണ് നമ്മുടെ Xiaomi 12 മൊബൈൽ ഇരിക്കുന്നത്. ഇത് മീഡിയ ബോക്സ് ആണ്, റീറ്റെയിൽ ബോക്സ് അല്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ബോക്സ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഒരു മീഡിയ ബോക്സ് അൺബോക്സിംഗ് കൂടിയാണിത്. നമുക്കിവിടെ ഒരു ഷവോമിയുടെ ഒരു എംബ്ലം കാണാം, അതുപോലെ തന്നെ Xiaomi 12 സീരീസ് എഴുതിയ കാണാം, മാസ്റ്റർ എവറി സീൻ കാണാം. അതുപോലെ തന്നെ ക്യാമറയുടെ മൊഡ്യൂള് നമുക്കിതിലൊരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഒരു ബൾജായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചത് നമുക്ക് കാണാം. എന്തൊക്കെയാണ് ഇനി ഉള്ളിലുള്ള കാര്യങ്ങളെന്ന് നോക്കിയാൽ ഉൾവശത്ത് നമുക്കിവിടെ ഒരു ക്യാമറയുടെ ആ ഒരു ഡിസൈൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ MIയുടെ ഒരു ലോഗോ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് കാണാം. Xiaomi 12 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ Xiaomi 12 സ്മാർട്ട് ഫോൺ ആണ് ഈ ഇരിക്കുന്നത്. ഇനി ഉൾവശത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഉൾവശത്ത് നമുക്ക് ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതി സ്നേഹം ഒട്ടും ഇല്ലാത്തത് കൊണ്ടാവും അവർ 67 വാട്ടിൻ്റെ ഒരു ചാർജർ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് A ടു ടൈപ്പ് C ചാർജിങ് കേബിളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിനകത്ത് ലഭിക്കുന്നത്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് റീറ്റെയിൽ ബോക്സിൽ ലഭിക്കുക, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു മീഡിയ ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു കോമ്പാക്ട് സൈസ് സ്മാർട്ട് ഫോൺ ആണെന്ന് പറയാം. 6.28 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. കേർവ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ പിറക് സൈഡും ഒരു കേർവ് ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് പറയാം. പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ ഫ്രോസ്റ്റഡ് ഗ്ലാസ് മെറ്റീരിയലാണ് വരുന്നത്. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. നമ്മുടെ കയ്യിലുള്ള ഗ്രേ, പേർപ്പിൾ, ബ്ലൂ. അതുപോലെ തന്നെ ക്യാമറ മൊഡ്യൂളിൻ്റെ കാര്യം എടുത്താൽ 3 ക്യാമറ പിറകിൽ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ നമുക്കിതിൽ കാണാൻ പറ്റും. 8.16 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. അതുപോലെ തന്നെ 180 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. അലൂമിനിയമാണ് ബോഡി ഫ്രെയിം വരുന്നത്. റൈറ്റ് സൈഡിലാണ് നമുക്ക് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗണും കാണുക. മുകൾ വശത്തായിട്ട് നമുക്കൊരു IR ബ്ലാസ്റ്റർ, ഒരു എക്സ്റ്റേണൽ മൈക്ക്, സ്പീക്കർ ഗില്ല് കാണാം. ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആണ്. താഴ്വശത്തായിട്ട് നമുക്കൊരു സ്പീക്കർ ഗില്ല്, ടൈപ്പ് C ചാർജിങ് പോർട്ട്, എക്സ്റ്റേണൽ മൈക്ക്, അതുപോലെ തന്നെ സിം ട്രേ എന്ന് പറയുന്നത് ഡ്യുവൽ 5G നാനോ സിം കാർഡാണ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഒരു പ്രീമിയം ലുക്കുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. Xiaomi 12ന്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 8 Gen 1ന്റെ പ്രൊസസ്സറാണ് വരുന്നത്. 5G പ്രൊസസ്സറാണ്. 4 nm ആണ് ഇതിൻ്റെ ചിപ്സ് സൈസ് വരുന്നത്. ഒക്ടാ കോറിൽ 3 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ്. അപ്പോൾ ഈ ഒരു 4-5 ദിവസം യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇഷ്യൂ എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു പ്രൊസസ്സർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി GPUയുടെ കാര്യം എടുത്താൽ Adreno 730 എന്ന് പറയുന്ന GPU ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഗ്രാഫിക് പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഈ ഒരു GPU ഉള്ളത് കൊണ്ട് തന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു GPUയുടെയും പ്രൊസസ്സറിൻ്റെയും സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ലിക്വിഡ് കൂൾ ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാനും സാധിച്ചിട്ടില്ല. LPDDR5 ആണ് റാം വരുന്നത്. UFS സ്റ്റോറേജ് വരുന്നത് 3.1 ആണ്. 3 മെമ്മറി വേരിയൻസിലാണ് അവൈലബിൾ ആകുന്നത്. 8GB 128, 8GB 256GB, 12GB 256GB. അതിൽ ഖത്തറിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് 8GB 256GB അതുപോലെ തന്നെ 12GB 256GB ആണ്. ഇതുകൂടാതെ തന്നെ 3GB നമുക്ക് റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 5G ബാൻഡ് ആണ് വരുന്നത്. ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. Wi-Fi 6 അല്ലെങ്കിൽ 6E ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ് ആണ് വരുന്നത്. NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എടുത്താൽ Android 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അവരുടെ തന്നെ MIUI വേർഷൻ വരുന്നത് 13.0.6 ആണ്. Xiaomi 12ന്റെ ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇന്ന് വരെ അൺബോക്സ് ചെയ്തതിൽ വെച്ചിട്ട് ആദ്യത്തെ 12-bit സപ്പോർട്ട് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു Xiaomi 12ന്റെ എന്ന് പറയാം. 68 ബില്യൺ കളേഴ്സ് ആണ് സപ്പോർട്ട്. HDR10+ സപ്പോർട്ടാണ്. ഡോൾബി വിഷൻ ഇതിൽ സപ്പോർട്ടാണ്. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 6.28 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ ആണ് റെസൊല്യൂഷൻ. 120 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. 480 Hz ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. 419 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. 1100 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത്.
ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇവൻ വെളിയിലൊക്കെ പോയാൽ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കളേഴ്സ് ഇത്തിരി ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ക്രിസ്പി ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവർ ഡി ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ നെറ്റ്ഫ്ലിക്സും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഈ ഒരു ഡോൾബി വിഷൻ സപ്പോർട്ടും ഈ ഒരു 12 ബിറ്റിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സൂപ്പർബ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു Xiaomi 12 കാണാൻ സാധിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്റ്റിക്കലാണ് സെൻസർ വരുന്നത്. ലെസ് ദെൻ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് റീഡ് ചെയ്യുന്നത് കാണാം. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫേസ് ലോക്കും ഇതിൽ ഡിറ്റക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഹർമൻ കാർഡനാണ് സ്പീക്കർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു സൂപ്പർ സ്പീക്കറാണ്. കാരണം ഹർമൻ കാർഡൻ്റെതായതുകൊണ്ട് ഒരു മിനിമം ഒരു ഗ്യാരണ്ടി ആ ഒരു സ്പീക്കർ ക്വാളിറ്റിയിലുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ലൗഡി ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റിയാണ് നമുക്കിതിൽ കേൾക്കാൻ സാധിക്കുക. ബാറ്ററിയുടെ കാര്യം എടുത്താൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം വെറും 39 മിനിറ്റ് മാത്രമാണ്. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഇതിൽ സപ്പോർട്ടാണ്. 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. എനിവേ ഈ ഒരു 3-4 ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫ് തന്നെ ലഭിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ബാറ്ററി കൺസപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നില്ല. ഒരു ഹെവി യൂസേജർക്ക് ഏകദേശം ഒരു ദിവസം നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു 1.5 ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഗെയിമിംഗ് പെർഫോമൻസിന്റെ കാര്യം എടുത്താൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുക. Adreno 730 ആണ് ഇതിൽ GP വരുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഫ്രെയിം റേറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ലാഗ് ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യാതെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രാഫിക്സ് വെരി ഹൈയിലും അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് മാക്സിമം റേഞ്ചിലാണ് നമ്മൾ കളിച്ചത്. ഏകദേശം 45 മിനിറ്റിന് മുകളിൽ ഗെയിം കളിച്ചപ്പോൾ പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഇതിൽ ലിക്വിഡ് കൂൾ ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു 6.28 എന്ന് പറയുന്നത് താരതമ്യേന ചെറിയൊരു ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്പ്ലേ ഓക്കെ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും. അതുപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി വേറെ ലെവലാണ്. അത്രയും നല്ല രീതിയിൽ നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിക്കും. ഓവറോൾ പറയുകയാണെങ്കിൽ ശരിക്കും നിങ്ങളൊരു ഗെയിമിംഗ് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിച്ചിട്ടുള്ളത്. Xiaomi 12 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.9 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, 13 മെഗാപിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസ്, 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ടെലി മാക്രോ ലെൻസ് ആണ്. ഈ ഒരു 3 ക്യാമറയാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറയുടെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഐ ട്രാക്കിംഗ് ഫോക്കസ്, മോഷൻ ട്രാക്കിംഗ് ഫോക്കസ് ഇതിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോ ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഐ ട്രാക്കിംഗ് ഫോക്കസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യും. നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്താലും നമ്മൾ തന്നെ ഫോക്കസ് ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റി നമുക്ക് നൽകുന്നതാണ്. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മിക്ക സെനേരിയോസിലും നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ടാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മിക്ക സെനേരിയോസിലും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചില ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കളർ പ്രൊഡക്ഷൻ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്ന മിക്ക ഫോട്ടോസും വളരെ ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ റീഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റി വൈസ് ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. അൾട്രാ വൈഡ് ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. മാക്രോയുടെ കാര്യം എടുത്താൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ വളരെ അടുത്ത് പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നില്ല എന്നത് ഒരു ചെറിയൊരു നെഗറ്റീവാണ്. പക്ഷേ എടുക്കുന്ന ഫോട്ടോസ് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റിൻ്റെ കാര്യം എടുത്താലും നമ്മുടെ ഒബ്ജക്റ്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ടെലിഫോട്ടോ ലെൻസിൽ എടുക്കാൻ സാധിക്കില്ല. പ്രൈമറി ലെൻസിൽ മാത്രമാണ് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിതിൽ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി നൈറ്റ് പെർഫോമൻസിൻ്റെ ഒരു കാര്യം എടുത്താൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഷട്ടർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് മിക്ക സെനേരിയോസിലും നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന ഫോട്ടോ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ളൊരു ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് നമുക്കിതിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ
ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കും. വളരെ നല്ല മികച്ച രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് നമുക്ക് മിക്ക സെനേരിയോസിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. Xiaomi 12 എടുക്കുന്ന വീഡിയോ ആണ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് HDR മോഡ് ഓൺ ആയിട്ടുള്ളൂ. 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 8K 24 ഫ്രെയിം സെക്കൻഡാണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് ഷെയ്ക്ക് ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ വളരെ ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഔട്ട്പുട്ടും കാണും. അതുപോലെ തന്നെ ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യം എടുത്താൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു Xiaomi 12 എടുക്കുന്ന വീഡിയോസിൽ കാണാൻ സാധിക്കും. Xiaomi 12 8K എടുക്കുന്ന വീഡിയോ ആണ്. 8K 24 ഫ്രെയിം സെക്കൻഡാണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. വളരെ കുറച്ച് മോഡൽസിൽ മാത്രമേ നമ്മൾ 8K വീഡിയോസ് കാണാറുള്ളൂ. നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ്. ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആണെങ്കിലും ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം എടുത്താലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ സെക്ഷനിൽ കാണുന്ന ഒരു ഫീച്ചറാണ് മൂവി ഫ്രെയിം എന്ന് പറയുന്നത്. അതായത് സിനിമാറ്റിക് റേഷ്യോ ആയിട്ടുള്ള 21:9 നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 8K 24 ഫ്രെയിം സെക്കൻഡ് വരെ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. വളരെ നല്ല രീതിയിലുള്ള ഒരു സിനിമാറ്റിക് സ്റ്റൈൽ വിഷ്വൽ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു സിനിമാറ്റിക് ഫീലോടുകൂടി നമുക്ക് ഈ ഒരു വിഷ്വൽ ഡോൾബി വിഷൻ സപ്പോർട്ടോടുകൂടി കാണാനും സാധിക്കുമെന്നതും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകതയാണ്. സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ 32 മെഗാ പിക്സലിൻ്റെ f2.45 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൽഫിയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ മിക്ക സെനേരിയോസിലും നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റി തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതേപോലെ തന്നെ മിക്ക ഫോട്ടോസും ഒരു സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ഫോട്ടോസാണ് ലഭിച്ചിട്ടുള്ളത്. വളരെ ഷാർപ്പാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ 32 മെഗാ പിക്സലിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ആ ഒരു ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഡേലൈറ്റ് പെർഫോമൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റിൻ്റെ കാര്യം എടുത്താൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള സെപ്പറേഷനും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. നൈറ്റ് പെർഫോമൻസ് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ക്വാളിറ്റി തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഓവറോൾ ക്യാമറയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത് റിയർ ക്യാമറയിൽ അല്ലെങ്കിൽ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താലും നല്ല രീതിയിലുള്ള ഫോട്ടോ പെർഫോമൻസും അതുപോലെ തന്നെ വീഡിയോ പെർഫോമൻസും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു Xiaomi 12 വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ സെൽഫോൺ എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാം. Xiaomi 12 എടുക്കുന്ന സെൽഫി വീഡിയോ ആണ്. ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെ HDR മോഡ് ഓൺ ആണെങ്കിൽ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. HDR ഒക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ വീഡിയോയുടെ ഒരു ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ളൊരു വീഡിയോ ക്വാളിറ്റി ഔട്ട്പുട്ട് ആയിട്ടാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഒരു ഇത്തിരി നാച്ചുറൽ അല്ലാത്ത രീതിയിലുള്ളൊരു കളർ ഔട്ട്പുട്ട് ആയിട്ടാണ് എനിക്കിതിൽ കാണാൻ സാധിക്കുന്നത്. Xiaomi 12 പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8GB + 256GB മെമ്മറി വേരിയന്റ് വരുന്നത് 2949 ഖത്തർ റിയാലാണ്. ഏകദേശം ഇന്ത്യയുടെ 59,000 രൂപയും 12GB + 256GBക്ക് വരുന്നത് 3049 ഖത്തർ റിയാൽ. ഏകദേശം ഇന്ത്യയുടെ 61,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങളൊരു കോമ്പാക്ട് സൈസ് സ്മാർട്ട് ഫോൺ തേടുന്ന ആളാണെങ്കിൽ ഈ ഒരു 6.28 എന്ന് പറയുന്ന ഈ ഒരു സൈസ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മികച്ച ക്യാമറ ക്വാളിറ്റി നമുക്ക് ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 12 ബിറ്റിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി, ഹെർമൻ കാർഡനിലെ സ്റ്റീരിയോ സ്പീക്കർ, അതുപോലെ തന്നെ Snapdragon 8 Gen 1ൻ്റെ ആ ഒരു പ്രോസസ്സർ, അതുപോലെ 67 വാട്ടിൻ്റെ ചാർജർ, ഇങ്ങനെ ഒട്ടനവധി പോസിറ്റീവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ IP റേറ്റിംഗ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടില്ല എന്നതാണ് എനിക്ക് ഇതിലൊരു നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ളതും. അപ്പോൾ നിങ്ങളൊരു Xiaomi ലവറാണ്, നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു Xiaomi 12. ഇന്നത്തെ ഈ ഒരു Xiaomi 12ൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്ന ഇഷ്ടപ്പെട്ടാലൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം വീഡിയോസും ചാനലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.